ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് സീരീസിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാൻ കുറച്ചേരം കൂടെ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്തായിരുന്നു ഗൈസ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ ക്രീപ്പർ പൊട്ടിച്ചുള്ള സാധനം ഞാൻ ഒന്നുകൂടെ സ്റ്റേജിലേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ അന്ന് നമ്മൾ ഉണ്ടാക്കിയതിനൊക്കെ കുറച്ചുകൂടെ ഡയമണ്ട് ഉണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ അന്ന് പൊട്ടിയ സമയത്ത് മൊത്തം ഡയമണ്ട് ഒന്നും പൊട്ടിപ്പോയില്ല, കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതോടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഷുഗർ കെയിൻ ഫാർമിൽ ഞാൻ പോയി AFK നിന്നിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഈ പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ ബേസിൽ നിൽക്കുമ്പോൾ തന്നെ അത് വർക്ക് ആയിക്കോളും. നമ്മൾ സെപ്പറേറ്റ് AFK നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതുവരെ എന്തായാലും അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇതുവരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ക്രീപ്പർ ഫാർം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ 389ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും 390 ആവും ഗൈസ്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഓർവേൾഡിൽ കിട്ടുന്ന ഒരു വുഡ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയത്. ഇത് മറ്റേ വാർപ്പിഡ് സ്റ്റെം വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിന് വെച്ചാൽ ഇതിനടുത്ത് നമുക്ക് വുഡൊന്നും കിട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത അതിൻ്റെ പോയിട്ട് കഷ്ടപ്പെടാമെന്ന് എനിക്ക് വല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെതറിലോട്ട് പോയിട്ട് കുറേ വുഡ് മൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ടാണ് ഞാൻ ഈ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബ്ലോക്സ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇത്ര ഐറ്റംസ് ഗ്യാദർ ചെയ്യാനായിട്ട് അധികം സമയം എടുത്തില്ല, ബിക്കോസ് എൻ്റെ ഒരു നല്ല ആക്സ് ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ ഈ ഒരു ബ്ലോക്സ് നമ്മുടെ ഇതിനെ ഉണ്ടായിരുന്നു, അത് പ്രത്യേകിച്ച് ഗ്യാദർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു AFK റൂം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരൊറ്റ AFK റൂമിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫാർമും വർക്കാവുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു AFK റൂം സെറ്റ് ചെയ്യണം. അതിനകത്തൊരു ബെഡൊക്കെ വെച്ചിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നന്നായിട്ട് വർക്കാവുന്ന ഒരു ഷീപ്പ് ഫാർമിൻ്റെ ഒരു കളക്ഷൻ ഏരിയ കുറച്ചുകൂടെ ഒന്ന് കൂട്ടണം. 2-3 ഡബിൾ ചെസ്റ്റ് കൂടെ അതിൻ്റെ അടിയിലോട്ട് വെക്കണം, ഹോപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പെട്ടി നിറയാറായിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്തിനാണ് ഈ ഒരു ഇത്രയും ട്രാപ്പ് ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരു ക്രീപ്പർ ഫാം ആണെങ്കിലും ഒറ്റ ലെയർ വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ലെയറുള്ള ഒരു ക്രീപ്പർ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 10 സ്റ്റാക്ക് ഈ ഒരു ട്രാപ്പ് ഡോർ. ഞാനൊരു വേറെ ക്രിയേറ്റീവ് മോഡിൽ പോയിട്ട് മൊത്തത്തിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു 10 സ്റ്റാക്കിൻ്റെ ആവശ്യം വന്നത്. 10 സ്റ്റാക്കെന്ന് എനിക്ക് കിട്ടിയത്. എന്തായാലും ഈ റീസോഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കുന്ന ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടോ.
ഗൈസ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മൊത്തം ടൈം ലാപ്സ് നിങ്ങളെ കാണിക്കാനായിരുന്നു. പിന്നെ ആ ഫാർം കംപ്ലീറ്റ് ചെയ്തൊരു ടൈം ലാപ്സ് ആയിട്ട് കാണിക്കാൻ തോന്നിയ ഒരു 10-15 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ മൊത്തം ടൈം ലാപ്സ് ആയി പോകും. ഞാൻ എന്തായാലും ആ ഫാർം കംപ്ലീറ്റ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പോയി കണ്ടു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രീപ്പർ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അതിനകത്ത് കുറേ ക്രീപ്പർ സ്പോൺ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഇവന്മാർ സ്പോൺ ആവും ഗൈസ്. അതെനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, ഇവന്മാരെല്ലാം 1 ഹീറ്റാണ്. ഞാൻ എന്തായാലും ഇവന്മാരെ കൊന്നിട്ട് അതിനകത്ത് കുറച്ച് ഈ ഒരു ക്യാമ്പ് ഫയർ വെക്കട്ടെ. പിന്നെ ഇവന്മാർ പൊട്ടിത്തെറിക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോകും. അതാണ് ഒരു പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു 4 ക്യാമ്പ് ഫയർ അതിനകത്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എത്ര ഗൺ പൗഡർ 29 എണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ. പിന്നെ ഇത് 2 ലെയർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡ്രോപ്പും കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഞാനിവിടെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഷീപ്പ് ഫാർം എത്രയൊക്കെ വർക്കാണെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഈ ഒരു പെട്ടി നിറഞ്ഞ് ഗൈസ്, ഈ ഒരു ഹോപ്പർ നിറഞ്ഞ്. ഞാനൊരു പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു കുറച്ചുകൂടെ ചെസ്റ്റും ഹോപ്പർ എടുത്തുകൊണ്ടിരാം ഗൈസ്. അതിന് മുമ്പ് ഞാൻ എന്തായാലും ഈ ഒരു ഷുഗർ കൈൻ ഫാർമിനെ കൂടെ നോക്കാം. നമുക്ക് ഇതും 33 ആയിട്ടുണ്ട്. ഇതും പതിയെ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ചുകൂടെ ചെസ്റ്റ് ആഡ് ചെയ്യാം ഹോപ്പറൊക്കെ വെച്ചിട്ട്. ഗൈസ് അടിയിലോട്ട് 2 ഡബിൾ ചെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് പെട്ടെന്ന് അറിയാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു ചെറിയൊരു AFK റൂം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. ഞാനത് സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വോൾസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിനകത്തൊരു ബെഡൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം 396-ാമത്തെ ദിവസമാണ്. പെട്ടെന്ന് 400 ദിവസമാകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കാണാം.